അമ്മൂച്ചേ മേടിച്ചോ. ഹാപ്പി ഓണം. നമ്മുടെ അമ്മൂസിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഓണാഘോഷം മൊത്തം നടന്നത്. എല്ലായിടത്തും അമ്മൂസ്. എല്ലാവരും നല്ല ഹാപ്പിയായി നല്ല എൻജോയ് ചെയ്ത് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. സദ്യ ഉണ്ടാക്കാനും പൂക്കളം ഒരുക്കാനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ അമ്മൂസ് ഉണ്ടല്ലോ, അമ്മൂസിൻ്റെ ഓട്ടവും ചാട്ടവും ചിരിയും ബഹളവും കരച്ചിലും ഒക്കെ ഇതിനിടയ്ക്ക് ഉണ്ടല്ലോ. എല്ലാ പരിപാടിയും കാണാമല്ലോ. അതിനിടയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ട് നടന്ന പപ്പാച്ചിക്ക് അമ്മൂസ് ഒരു പണി കൊടുത്തു. കുറച്ച് തേങ്ങ പൊട്ടിച്ച് ചിരണ്ടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പപ്പാച്ചി അമ്മൂസ് കൊടുത്ത പണി നല്ല സന്തോഷപൂർവ്വം നിന്ന് പൂർത്തിയാക്കി. പപ്പാച്ചിക്ക് കൊടുത്ത പോലത്തെ പണികളൊന്നും എനിക്ക് അമ്മൂസ് തന്നില്ല. കാരണം ഞാൻ അടുക്കള തന്നെ ഉണ്ടായിരുന്നു. അവൾ എപ്പം നോക്കിയാലും ഞാൻ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് അവൾ കണ്ടത്. അടുക്കള പണികളൊക്കെ ഇനി സ്പീഡിൽ അങ്ങോട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരോട്ടമായിരുന്നു അമ്മൂസ്. എങ്ങോട്ടാ? അത്തപ്പൂക്കളം എന്തായെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും ഇവിടം വരെ വന്നാലേ കുറച്ച് നേരം ഇവരെ ഹെൽപ്പ് ചെയ്യാം, അതുപോലെ ഇവരെ ശല്യപ്പെടുത്തുകയും ചെയ്യാം എന്നതായിരുന്നു പിന്നീടുള്ള അമ്മൂസിൻ്റെ ലക്ഷ്യം. അത് നല്ല സൂപ്പറായിട്ട് നടക്കുകയും ചെയ്തു. കുറേ നേരം അവൾ അവരെ ഹെൽപ്പ് ചെയ്തു. മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെ അവസാനം പണി കൊടുത്തുന്നുള്ള രീതിയിലായി കാര്യങ്ങളുടെ കിടപ്പ്. പൂക്കളെല്ലാം മിക്സ് ചെയ്ത് വാരി വിതറി അവിടെ എല്ലാം കുളവാക്കി അമ്മൂസ്. അവസാനം അവർക്ക് ശല്യമായി. എന്തു ചെയ്യുമെന്നറിയാൻ മേലാണ്ട് പപ്പാച്ചിയും ആൻറ്റിയും പെട്ടു. അങ്ങനെ അവസാനം അത്തപ്പൂ ഇടാം എന്നൊരു ലെവലിലായി പൂക്കളുടെ അവസ്ഥ. അപ്പത്തേ കിടക്കുന്നു അമ്മൂസിൻ്റെ പരിപാടി ഇതായി കാത്തു. ഇതിനിടയിൽ പപ്പാച്ചിയുടേതായിട്ടുള്ള കുറച്ച് കലാവിരുതുകൾ ഒപ്പിച്ചിട്ടുണ്ട്. അടുക്കളയിലെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് ബാക്കി അമ്മേനും പപ്പാനും ഒപ്പിച്ചിട്ട് ഞാനും വന്നു അത്തപ്പൂക്കളം ഇടാൻ. അമ്മൂസ് അപ്പൻ്റെ മടിയിൽ കയറിയിരുന്ന് പൂക്കളിടാൻ വേണ്ടി. പിന്നെ അങ്ങോട്ട് ഞാനും അമ്മൂസിൻ്റെ കുഞ്ഞാൻ്റെയും കൂടായി പൂക്കളിടുന്നത്. അങ്ങനെ പൂക്കളിട്ടിട്ട് അവസാനം ഇങ്ങനെയാക്കി എടുത്തു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പൂക്കളം കാണാൻ? എന്നാൽ പിന്നീട് നമുക്ക് സദ്യ കഴിക്കാം അല്ലേ? അങ്ങനെ ഞങ്ങളൊക്കെ പോയി റെഡിയായിട്ട് വന്നു. അപ്പോഴത്തേക്ക് പപ്പ ടേബിളിലെല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് നല്ലൊരു ഓണസദ്യ അങ്ങോട്ട് കഴിച്ചു. സദ്യ കഴിക്കാൻ എല്ലാവരും വന്നിരുന്നപ്പോൾ തൊട്ട് അമ്മൂസിൻ്റെ വക ഓരോ കോപ്രായങ്ങളും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അത് നോക്കിയിരുന്നാണ് സദ്യ കഴിച്ചത്. ഈ ദിവസത്തിന് ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അമ്മൂസിൻ്റെ പിറന്ന നാൾ കൂടിയായിരുന്നു അന്ന്. വൈകിട്ട് ഞങ്ങൾ ചേച്ചിമാരുടെ അടുത്ത് പോയി പിറന്നാൾ കേക്ക് മുറിച്ചു. ചേച്ചിമാർക്കും ആഗ്രഹം കാണുമല്ലോ കേക്ക് കാണുമ്പോൾ ഒന്ന് മുറിക്കാൻ. അങ്ങനെ അപ്പാച്ചി ചേച്ചിമാരെയും കൊണ്ട് മുറിപ്പിച്ചു. കേക്ക് മുറിച്ച് പായസം കുടിച്ച് അമ്മൂസ് അങ്ങനെ ഹാപ്പിയായി.